ഹായ് ഹലോ എല്ലാവർക്കും സിമ്പിൾ വ്ളോഗ്സ് എയിമിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു രാത്രി യാത്രയാണ്. എങ്ങോട്ടാണെന്നല്ലേ, അതൊക്കെ വഴിയേ പറയാം. ഇതാണ് കേട്ടോ നമ്മുടെ കല്ലമ്പലം സിറ്റി. ഇതാണ് എൻ്റെ നാട്. കാണാൻ രാത്രിയിൽ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഞങ്ങൾ പോകുന്നത്, ഇതിപ്പം നമ്മളിങ്ങോട്ട് വരുന്നില്ലേ, അത് വർക്കല റോഡാണേ. ഒരു പ്ലസ് പോലെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. വലത്തോട്ട് പോകുന്നത് ആറ്റിങ്ങൽ, ഇടത്തോട്ട് കൊല്ലം, മുമ്പോട്ട് പോകുന്നത് കിളിമാനൂർ, താഴോട്ട് പോകുന്നത് വർക്കല. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ കല്ലമ്പലത്തിൻ്റെ കിടപ്പെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഈ കല്ലമ്പലം. എൻ്റെ നാടായതുകൊണ്ട് പറയല്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി, എല്ലാം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഒരുപാട് കിടന്ന് തപ്പരഞ്ഞ് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും രാത്രിയിലൊരു ദോശ കഴിക്കാനായിട്ടൊരു കൊതി. അങ്ങനെ മസാല ദോശ തപ്പിയുള്ളൊരു പോക്കാണ് കേട്ടോ. ഇവിടെ നല്ല വെജിറ്റേറിയൻ കടകളിൽ മാത്രമേ അടിപൊളി മസാല ദോശകൾ കിട്ടുള്ളൂ അല്ലേ. അതും പ്രത്യേകിച്ച് കിട്ടുന്നത് ന്യൂ സുപ്രഭാതം വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. എല്ലാ വെജിറ്റേറിയൻ ഫുഡും അടിപൊളിയായിട്ട് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്ത് തരുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. പ്രമോഷനൊന്നും അല്ല, നമ്മൾ ജെനുവലായിട്ടുള്ള കാര്യങ്ങൾ പറയണമല്ലോ. അങ്ങനെ മോള് അവൾക്ക് നെയ് റോസ്റ്റാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഇരുന്ന് അതൊക്കെ മസാലയും ദോശയും നെയ് റോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിരുന്നപ്പോഴത്തേക്കും അവളുടെ കയ്യിലിട്ട മൈലാഞ്ചി ഡിസൈൻ കാണിച്ചു തരുവാണേ. അവളുടെ വല്യമ്മച്ചി ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവളതിങ്ങനെ കാണിച്ചു തരുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ മസാല ദോശയൊക്കെ എത്തിയിട്ടുണ്ട്. മോള് നെയ് റോസ്റ്റാണ് പറഞ്ഞത്, ഞങ്ങൾ 3 പേരും മസാല ദോശയും. അങ്ങനെ നല്ല ആയിട്ടുള്ള ചൂട് മസാല ദോശ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല മൊരുമൊരാന്നിരിക്കണ ഒരു വടയും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വട, സാമ്പാർ, വെള്ളച്ചമ്മന്തി, പിന്നെ തക്കാളി ചട്നി, അങ്ങനെയാണ് ആ ഒരു കോമ്പിനേഷൻ കേട്ടോ. ഫസ്റ്റ് ഞാൻ സാമ്പാറും ഡിപ്പ് ചെയ്തിട്ട് പിന്നെ വെള്ളച്ചമ്മന്തിയിലും കൂടെ ഡിപ്പ് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ചൂട് വട ആയതുകൊണ്ട് എനിക്ക് അത് പിച്ചിട്ട് കുറച്ച് കിട്ടിയോളൂ. എപ്പോഴും ഈ ചിക്കനും പെറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കുന്നതിന് പകരം വല്ലപ്പോഴും ഇങ്ങനെ വെജിറ്റേറിയനിലോട്ട് മാറുന്നത് നല്ലതാണ്. പിന്നെ ഇതിനുള്ളിലിരിക്കുന്ന ഈ ഒരു മസാല ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണേ. ഈ ഒരു മസാല കഴിക്കാനായിട്ട് അത് ഇവരുടെ മാത്രം സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു അറ്റകൈ പ്രയോഗം എന്ന പോലെ കുറച്ച് സാമ്പാറും കുറച്ച് വെള്ളച്ചമ്മന്തിയും കുറച്ച് ആ മസാലയും കൂടെ കൂട്ടിയിട്ട് ആ മൊരിഞ്ഞ ദോശയും കൂടെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുവാണേ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഒരൈറ്റവും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവർ മസാലയാണേ. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ഒരിത് അത് ഓൺ ദ വേ ആണേ. നല്ല ചൂടോട് കൂടിയിട്ട് നല്ല കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് സോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു തരം ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് സ്പ്രിങ് ഓണിയൻ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ആ സ്പ്രിങ് ഓണിയൻ്റെ ടേസ്റ്റ് എനിക്ക് ഒന്നിലും ഇഷ്ടപ്പെടത്തില്ല. ഇതിൽ സ്പ്രിങ് ഓണിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് കൊണ്ടിട്ട് നമുക്ക് കുഴപ്പമില്ല, ബാലൻസ് ആയിട്ട് അങ്ങ് പോയി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതുവരെ എനിക്ക് തോന്നുന്നു കോളിഫ്ലവർ മറ്റേ കോൺഫ്ലോറിലൊക്കെ മുക്കിയിട്ട് പൊരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നതിനകം തന്നെ നമ്മുടെ പ്ലേറ്റ് നമ്മൾ കാലിയാക്കിയിട്ടുണ്ടേ. അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഫുഡ്, ഒന്നും പറയാനില്ല. ഇനി നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പതിയെ വീട്ടിലേക്ക് പോവുകയാണേ. നൈറ്റ് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ലൊരു മനസ്സിനൊക്കെ റിലാക്സേഷനാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വിശേഷമായിട്ട് ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ബൈ.